ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മിൽക്ക് കേക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു മിൽക്ക് കേക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ബേസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഈ ഒരു വാനില കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു അരിപ്പയിലോട്ട് ഇതുപോലത്തെ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദ, അതായത് നമ്മുടെ മെഷറിംഗ് കപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് മൈദ, പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 1-2 തവണ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇത് അരിച്ചെടുത്ത ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ തണുത്ത മുട്ട എടുക്കരുത്, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. മുട്ട ഏകദേശമൊക്കെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു 2 തുള്ളി വാനിലയുടെ എസൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരേ ഡയറക്ഷനിൽ തന്നെ പതിയെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇടവിട്ടിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും പിന്നെ അതുപോലെ പാലും ഇങ്ങനെ ഇടവിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതുപോലെ ഒരു കേക്ക് ടിന്നെടുത്ത് ഒന്ന് ഓയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അടിവശം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരു സൈഡൊന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇതുപോലുള്ളൊരു റൗണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് ടീൻ വെച്ചിട്ട് പിന്നെ അടച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് പാലിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പാല്, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഈ പാലും മിൽക്ക് മെയ്ഡും വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്കിന്. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 25 മിനിറ്റ് എടുത്തിട്ട് അത് റെഡി ആവാനായിട്ട് ഞാനിതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കേക്ക് ഒന്ന് ഇതിലോട്ട് മാറ്റാണേ. പിന്നെ ഒരു ഫോർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മളിതൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇനി ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒന്ന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഒഴിച്ചിട്ടുള്ള ഒരു മിൽക്കിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഒരു സ്പോഞ്ച് കേക്ക് മൊത്തം ആ ഒരു മിൽക്കിൻ്റെ മിക്സിലൊന്നിങ്ങനെ മുങ്ങിക്കിടക്കണം. എന്നിട്ടിതൊരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതിന് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊരു സ്റ്റിഫായിട്ടുള്ള പീക്ക് കിട്ടുവോളം നമ്മളിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതുപോലുള്ളൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ വാനില സ്പോഞ്ച് കേക്കിൻ്റെ ഒരു പെയിൽ യെല്ലോ കളറ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മുടെ നോസിൽ വെച്ചുകൊണ്ട്
ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത പൊടിച്ചതൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റോസ് പൂവിൻ്റെ അള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇതിലോട്ട് കുറച്ചുകൂടെ ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കാം. ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും അതുപോലെ സജഷൻസൊക്കെ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെന്താ, ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെന്താ, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.